മാനുവൽ ബുക്ക് കീപ്പിങ്ങിലൂടെ അക്കൗണ്ടിങ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ ടാലി പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അക്കൗണ്ടിങ് ചെയ്യുമ്പം. നമ്മളൊരു മാനുവൽ ബുക്ക് കീപ്പിങ്ങിലൂടെ അക്കൗണ്ടിങ് ചെയ്യുമ്പം ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് ജേർണൽ ബുക്കായിരിക്കും. ജേർണൽ ബുക്കിന് ശേഷമാണ് നമ്മൾ ലെഡ്ജർ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള P&L ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെയല്ല സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പം. സോഫ്റ്റ്വെയറിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു വൗച്ചർ ഇനീഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കും. വൗച്ചർ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ലെഡ്ജർ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. ഈ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് വേണ്ടുന്ന ട്രയൽ ബാലൻസസും ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സും റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു തരുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇവിടെയാണ് നമ്മൾ ലെഡ്ജേഴ്സും ഗ്രൂപ്പ്സും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കേണ്ടത്. ടാലി സോഫ്റ്റ്വെയറിൽ തന്നെ 28 പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് നിങ്ങളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ലെഡ്ജറായിട്ട് ബന്ധപ്പെട്ട് അണ്ടറിലൊരു ഗ്രൂപ്പ് കൊടുക്കുമ്പം സോഫ്റ്റ്വെയറിന് ഈ ലെഡ്ജറിൻ്റെ പ്രകൃതം എന്താണെന്ന് മനസ്സിലാവുകയും അതിനെ കറക്റ്റ് റിപ്പോർട്ട്സ് കാര്യങ്ങളാക്കിയിട്ട് മാനേജ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഗ്രൂപ്പുകൾ നമുക്ക് വേണമെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പം അതായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ഏത് ഗ്രൂപ്പാണ് കൊടുക്കേണ്ടതെന്നും ഈ സോഫ്റ്റ്വെയറിലുള്ള 28 പ്രീ ഡിഫൈൻ ഗ്രൂപ്പ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ ലെഡ്ജേഴ്സ് ആണ് ഓരോരോ ഗ്രൂപ്പിന് കൊടുക്കേണ്ടതെന്നുള്ള കാര്യമാണ്. എൻ്റെ പേര് റസീം. വെൽക്കം ടു യൂട്യൂബ് ചാനൽ NSK എഡ്യൂക്കേഷൻ. ടാലി സോഫ്റ്റ്വെയറിൽ നമ്മളൊരു കമ്പനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഗേറ്റ് വേ ഓഫ് ടാലി ആയിരിക്കും നിങ്ങളുടെ സ്ക്രീനിൽ വരിക. ഗേറ്റ് വേ ഓഫ് ടാലിയിലെ മാസ്റ്റേഴ്സിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ ഗ്രൂപ്പ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഗ്രൂപ്പ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് എന്ന് കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള 28 ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ലെഡ്ജേഴ്സും ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ ലെഡ്ജറും ക്രിയേറ്റ് ചെയ്യുമ്പം അതായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ഗ്രൂപ്പുകളാണെന്ന് കൊടുക്കുന്നത് 1 by 1 ഓരോരോ ഗ്രൂപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. തിരിച്ച് നിങ്ങൾ ഗേറ്റ് വേയിലേക്ക് വരിക. വീണ്ടും മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ ലെഡ്ജർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ പുതിയതായിട്ടൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീനിൽ നെയിമിൽ നിങ്ങൾക്ക് ഏത് ലെഡ്ജറാണോ, ലെഡ്ജറിൻ്റെ പേര് എന്താണോ അതാണോ കൊടുക്കേണ്ടത്. ഞാൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ബന്ധപ്പെട്ട ലെഡ്ജറാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീനിലെ നെയിമിൽ ആദ്യം ബാങ്ക് അക്കൗണ്ടിൻ്റെ പേര് കൊടുക്കുക. ഇപ്പോൾ ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് നിങ്ങളുടെ അക്കൗണ്ട് ഹോൾഡർ എങ്കിൽ നമുക്ക് SBI അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാൻ പറ്റുന്നതാണ്. നെയിം കൊടുത്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് നിങ്ങൾ അണ്ടർ എന്നുള്ള ഏരിയയിൽ എത്തുമ്പം ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ ബാങ്ക് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സോഫ്റ്റ്വെയർ മനസ്സിലാക്കാൻ കറക്റ്റ് ഈ ലെഡ്ജറിൽ ചേരുന്ന ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യണം. സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 28 പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉള്ളത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ബാങ്ക് അക്കൗണ്ടിന് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യണം. ഞാനിവിടെ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ഈ ലെഡ്ജർ നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ മനസ്സിലായി ഇപ്പം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന SBI അക്കൗണ്ട് എന്നുള്ള ലെഡ്ജർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ബന്ധപ്പെട്ട ലെഡ്ജർ ആണെന്നും ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് റിപ്പോർട്ടുകൾ മാനേജ് ചെയ്യുമ്പം അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ ക്രിയേറ്റ് ചെയ്ത് തരും. നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബാങ്ക് OCC അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പാണ്. നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ടിൽ ഓവർ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് നിങ്ങൾ മാനേജ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ടിൻ്റെ ഒരു വേണ്ടിയിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാങ്ക് OCC അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുക. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബാങ്ക് OD അക്കൗണ്ട് ആണ്. നിങ്ങൾ ബാങ്കിൽ ഒരു ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലെഡ്ജർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അണ്ടറിൽ കൊടുക്കുന്ന ഗ്രൂപ്പാണ് ബാങ്ക് OD അക്കൗണ്ട്. അതിനുശേഷം വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓർ ഡിവിഷൻ എന്നുള്ള ഗ്രൂപ്പാണ്. നിങ്ങൾ ഇൻ കേസ് ഒരു ബ്രാഞ്ച് ഉണ്ട്, നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ബ്രാഞ്ച് ഉണ്ട്, അത് മാത്രമല്ല നിങ്ങൾ ആ ബ്രാഞ്ചിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് മാനേജ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ബ്രാഞ്ച് ഓർ ഡിവിഷൻ എന്നുള്ള ഗ്രൂപ്പ് വേണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, അപ്പോൾ പ്രൊപ്പറേറ്റർ കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റൽ ആണെങ്കിൽ പ്രൊപ്പറേറ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അതല്ല പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഇതുപോലെ തന്നെ ക്യാപിറ്റൽ നിന്ന്
ഒന്ന് ഡ്രോ ചെയ്യുന്നത്, ഒരു ഡ്രോയിങ്സ് അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇനി കമ്പനിയൊക്കെ ആണെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ അക്കൗണ്ട്, ഇങ്ങനെയുള്ള ലെഡ്ജേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പ് വേണം കൊടുക്കാൻ. അതിനുശേഷം കാണുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. നിങ്ങളൊരു ക്യാഷ് ബുക്ക്, ഒരു ക്യാഷ് ബാലൻസസ് നിങ്ങൾ കാണിക്കുന്നു. അപ്പോൾ ക്യാഷ് ബാലൻസസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവും. അതിന് പുറമെ ചിലപ്പോൾ നിങ്ങൾക്ക് പെറ്റി ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവും, ചിലപ്പോൾ എംപ്ലോയീസിൻ്റെ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവും. അങ്ങനെയുള്ള ലെഡ്ജേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് കൊടുക്കേണ്ട ഗ്രൂപ്പ്? ക്യാഷ് ഇൻ ഹാൻഡ് എന്നുള്ള ഗ്രൂപ്പാണ് കൊടുക്കേണ്ടത്. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് എന്നുള്ള ഗ്രൂപ്പാണ്. നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇനി അതിന് പുറമെ ബിൽസ്, റിസീവബിൾ പോലുള്ള ലെഡ്ജേഴ്സ് കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട ഗ്രൂപ്പാണ് കറണ്ട് അസറ്റ്സ് എന്നുള്ള ഗ്രൂപ്പ്. ഇപ്പോൾ ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ബില്ലുകൾ നിങ്ങൾക്ക് കിട്ടാനുള്ളത്, അങ്ങനെ ഒരു ലെഡ്ജർ ഉണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പ്രീപെയ്ഡ് ആയിട്ട് എക്സ്പെൻസസ് ആയിട്ടുള്ള റെൻറ്റോ വേജസോ കാര്യങ്ങളൊക്കെ പ്രീപെയ്ഡ് ആയിട്ട് നിങ്ങൾ പേ ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഗ്രൂപ്പാണ് കറണ്ട് അസറ്റ്സ് എന്നുള്ള ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി എന്നുള്ള ഗ്രൂപ്പാണ്. നിങ്ങൾ ഇൻ കേസ് എന്തെങ്കിലും ബിൽസ് പേയബിൾ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ബാധ്യതയുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി കിട്ടിയിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രൂപ്പാണ്. അങ്ങനത്തെ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രൂപ്പാണ് കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ള ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ്സ് എന്നുള്ള ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാങ്കിലൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലെഡ്ജർ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഗ്രൂപ്പാണ് ഡെപ്പോസിറ്റ്സ് അഥവാ ബ്രാക്കറ്റിൽ അസറ്റ്സ് എന്നുള്ള ഗ്രൂപ്പ്. അതിനുശേഷം വരുന്ന ഗ്രൂപ്പ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ള ഗ്രൂപ്പാണ്. നിങ്ങളിപ്പം ബിസിനസ്സിലേക്ക് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള എക്സ്പെൻസുകളായിട്ട് ബന്ധപ്പെട്ടുള്ള ലെഡ്ജേഴ്സ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഗ്രൂപ്പാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇങ്ങനെയുള്ള എക്സ്പെൻസുകൾ പൊതുവേ ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും വരിക. ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ പവർ ചാർജസ് എന്ന് പറയുന്നത്, വേജസ് കൊടുക്കുന്നതൊക്കെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ലെഡ്ജേഴ്സ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ള ഗ്രൂപ്പ് വേണം സെലക്ട് ചെയ്യാൻ. അടുത്തത് വരുന്നത് ഡയറക്റ്റ് ഇൻകം ആണ്. ഇതേപോലെ ബിസിനസ്സിലേക്ക് വരുന്ന, ബിസിനസ്സിന്റെ പ്രൈമറിലി ബിസിനസ്സിന്റെ വരുമാനമായിട്ട് കിട്ടുന്ന ഇൻകം ഒക്കെ നമുക്ക് ഡയറക്റ്റ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഗ്രൂപ്പ് വരുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്നുള്ള ഗ്രൂപ്പാണ്. നിങ്ങൾ GST ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പോണന്റ് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും, TDS ആയിട്ട് ബന്ധപ്പെട്ടുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും, ഇൻകം ടാക്സസ് ആയിട്ട് ബന്ധപ്പെട്ട ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രൂപ്പാണ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സെയിൽ നടക്കുമ്പം സെയിലിൻ്റെ ഇൻവോയ്സ് ബില്ലിൻ്റെ പുറമേ തന്നെ ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഔട്ട്പുട്ട് GST ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ലെഡ്ജേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അണ്ടറിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്നുള്ള ഗ്രൂപ്പാണ് കൊടുക്കേണ്ടത്. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് ഡയറക്റ്റ് ആണ്. നിങ്ങൾ നേരത്തെ കണ്ടിരിക്കുന്ന ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പായിട്ട് സെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. രണ്ടും ഒരേ ഗ്രൂപ്പായിട്ട് തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് എക്സ്പെൻസസ് ഇൻഡയറക്റ്റ് എന്നുള്ള ഗ്രൂപ്പും, നിങ്ങൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ള ഗ്രൂപ്പും ഈ ഗ്രൂപ്പും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് എന്നുള്ള ഗ്രൂപ്പാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ കുറച്ചൊരു 12 മാസത്തിൻ്റെ മുകളിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ അസറ്റുകളും നമുക്ക് ഫിക്സഡ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് പൊതുവേ നമ്മൾ ഡിപ്രിസിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചെറിയ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബിൽഡിംഗ് അക്കൗണ്ട് എന്നുള്ള ഒരു അക്കൗണ്ട്, ഇനി ഫർണിച്ചർ അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ട്, ഇനി ഒരു കാർ നമുക്ക് ബിസിനസ്സിലുണ്ടെങ്കിൽ കാർ അക്കൗണ്ട്, ഇനി കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ അക്കൗണ്ട്, ഇങ്ങനെയുള്ള ലെഡ്ജേഴ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് കൊടുക്കുക ഫിക്സഡ് അസറ്റ് എന്നുള്ള ഗ്രൂപ്പായിരിക്കും. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻകം ഡയറക്റ്റ് എന്നുള്ള ഗ്രൂപ്പാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് ഇൻകം എന്നുള്ള ഗ്രൂപ്പായിട്ട് സെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് തന്നെയാണ് ഇൻകം ഡയറക്റ്റ് എന്നുള്ള ഗ്രൂപ്പ്. ഇനി വരുന്നത് ഇൻകം ഇൻഡയറക്റ്റ് ആണ്. നിങ്ങൾക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും രീതിയിലുള്ള വരുമാനം ഇൻഡയറക്റ്റ്ലി കിട്ടുകയാണ്. ഇപ്പോൾ ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടി, ബാങ്കിൻ്റെ ബാലൻസ് പ്രകാരം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടി. അത് നിങ്ങളുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടുള്ള വരുമാനമൊന്നുമല്ല, എല്ലാണ്ട് കിട്ടിയ ഒരു ഗെയിനാണ്. അങ്ങനെയുള്ള ലെഡ്ജേഴ്സുകൾ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഇൻകം ഇൻഡയറക്റ്റ് എന്നുള്ള ഗ്രൂപ്പ് കൊടുക്കാൻ സാധിക്കും. അടുത്ത ഗ്രൂപ്പ് വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ള ഗ്രൂപ്പാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻഡയറക്റ്റ്ലി നടക്കുന്ന എക്സ്പെൻസുകൾ കാര്യങ്ങളൊക്കെ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഗ്രൂപ്പാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് കൊടുക്കുക, നമ്മുടെ എല്ലാണ്ടുള്ള ഓഫീസസിൻ്റെ ഇലക്ട്രിസിറ്റി എക്സ്പെൻസസ് മീറ്റ് ചെയ്യുക, നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് സാലറി കൊടുക്കുക, അങ്ങനെയുള്ള ലെഡ്ജേഴ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഗ്രൂപ്പാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ള ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ള ഗ്രൂപ്പാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇൻകം ഇൻഡയറക്റ്റ് എന്നുള്ള ഗ്രൂപ്പും ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ള ഗ്രൂപ്പും രണ്ടും സെയിം ആണ്.
ആണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ്ലി യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഷെയറിലോ സ്റ്റോക്കിലോ ബോണ്ടിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടുള്ള ലെഡ്ജേഴ്സ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഗ്രൂപ്പാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള ഗ്രൂപ്പ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ലോൺസ് ആൻഡ് അഡ്വാൻസസ് അസറ്റ്സ് എന്നുള്ള ഗ്രൂപ്പാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ഇൻ കേസ് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലും ലോൺ കൊടുത്തതാണ്, വേറൊരു സ്ഥാപനത്തിനോ വേറൊരു വ്യക്തിക്കോ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും എന്തെങ്കിലും ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടുള്ള ലെഡ്ജേഴ്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ഗ്രൂപ്പാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് അസറ്റ് എന്നുള്ള ഗ്രൂപ്പ്. നെക്സ്റ്റ് ഗ്രൂപ്പ് വരുന്നത് ലോൺസ് ലയബിലിറ്റി ആണ്. ഇതേപോലെ തന്നെ നമ്മൾ ബിസിനസ് പുറത്തുനിന്നും എന്തെങ്കിലും ലോൺ കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഗ്രൂപ്പാണ് ലോൺസ് ലയബിലിറ്റി എന്നുള്ള ഗ്രൂപ്പ്. അടുത്തത് വരുന്നത് മിസ്സലീനിയസ് എക്സ്പെൻസസ് എന്നുള്ള ഗ്രൂപ്പാണ്. ഇൻ കേസ് നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു എക്സ്പെൻസുകൾ കാര്യങ്ങൾ നിങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷെ അത് വളരെ മൈനർ ലെവലിൽ കീപ്പ് ചെയ്യേണ്ട എക്സ്പെൻസസ് ആണ്, സെപ്പറേറ്റ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലെഡ്ജർ കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മിസ്സലീനിയസ് എക്സ്പെൻസസ് എന്നുള്ള ഗ്രൂപ്പ് യൂസ് ചെയ്തിട്ട് ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രൊവിഷൻസ് എന്നുള്ള ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് പ്രൊവിഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ലെഡ്ജർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഒരു എക്സ്പെൻസസ് നിലവിൽ ഇപ്പോൾ എക്സ്പെൻസ് അല്ല, അത് ഭാവിയിലേക്ക് നിങ്ങൾക്കൊരു എക്സ്പെൻസ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള ലെഡ്ജേഴ്സ് കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടൊരു പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജേഴ്സ്, അങ്ങനത്തെ ലെഡ്ജേഴ്സിന് പറ്റിയ ഗ്രൂപ്പാണ് പ്രൊവിഷൻസ് എന്നുള്ള ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ആണ്. പൊതുവെ എക്സ്പെൻസുകൾ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പർച്ചേസുകൾ, അതായത് നിങ്ങളിപ്പം ബിസിനസ്സിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടുന്ന സ്റ്റേഷനറി ഐറ്റംസോ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പർച്ചേസ് അക്കൗണ്ട് എന്ന ഗ്രൂപ്പ് ഉപയോഗിക്കരുത്. പർച്ചേസ് അക്കൗണ്ട് ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന സ്റ്റോക്ക് ഐറ്റംസ്, അതായത് എന്ത് സാധനമാണോ ബിസിനസ്സിൽ വിൽക്കുന്നത് അത് പർച്ചേസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്രൂപ്പാണ് പർച്ചേസ് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള റിസർവ്സോ സർപ്ലസോ ലെഡ്ജേഴ്സുകൾ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രൂപ്പാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഗ്രൂപ്പ്. നെക്സ്റ്റ് ഗ്രൂപ്പ് വരുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നുള്ള ഗ്രൂപ്പാണ്. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പനിക്ക് ഒരു നെറ്റ് ഇൻകം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റ് ഇൻകം കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ കമ്പനി ചെലവാക്കാൻ തീരുമാനിച്ചു. അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഇൻകം ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഗ്രൂപ്പാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നുള്ള ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെയിൽസ് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പാണ്. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഒരു സെയിൽ നടക്കുകയാണ്, അതിപ്പോൾ സ്റ്റോക്ക് ആണെങ്കിലും ശരി സർവീസ് ആണെങ്കിലും ശരി, അതുമായിട്ട് ബന്ധപ്പെട്ട ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഗ്രൂപ്പാണ് സെയിൽസ് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രൂപ്പ് കൊടുക്കുമ്പോൾ തന്നെ ഇതായിട്ട് ബന്ധപ്പെട്ട ലെഡ്ജറിലെ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയർ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതായിട്ട് ബന്ധപ്പെട്ടുള്ള സെയിൽസ് രജിസ്റ്റർ പോലുള്ള റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്ത് തരും. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെക്യൂർഡ് ലോൺസ് എന്നുള്ള ഗ്രൂപ്പാണ്. നിങ്ങൾ ലോൺ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങളൊരു സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ പ്ലെഡ്ജ് ചെയ്തിട്ട് നിങ്ങൾക്ക് പാസ്സായിരിക്കുന്ന ലോൺ കാര്യങ്ങളാണ്, ബാങ്ക് ത്രൂ ഒക്കെ പാസ്സാവുന്ന ലോൺസ്. അങ്ങനത്തെ ലെഡ്ജേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കേണ്ട ഗ്രൂപ്പാണ് സെക്യൂർഡ് ലോൺസ് എന്നുള്ള ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്നുള്ള ഗ്രൂപ്പാണ്. നമ്മുടെ ബിസിനസ്സിൽ സ്റ്റോക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നിലവിലുള്ള ഗോഡൗണിലാണെങ്കിലും ശരി, നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ആണെങ്കിലും ശരി, അതായിട്ട് ബന്ധപ്പെട്ട ലെഡ്ജേഴ്സ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അണ്ടറിൽ കൊടുക്കേണ്ട ഗ്രൂപ്പാണ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പാണ്. നിങ്ങൾ ഇൻ കേസ് ബിസിനസ്സിൽ നിങ്ങളിപ്പോൾ ഒരു പർച്ചേസ് കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ പർച്ചേസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് സ്റ്റോക്ക് കാര്യങ്ങളാണെന്ന് വിചാരിക്കുക. വിൽക്കാനുള്ള സ്റ്റോക്ക് നമുക്ക് എന്താണോ സെല്ല് ചെയ്യാനുള്ളത് അതാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പാർട്ടിക്ക് പൈസ കൊടുക്കാനുണ്ട്, അതായത് ക്രെഡിറ്റിനാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള പാർട്ടികളുടെ ലെഡ്ജേഴ്സാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതൊരു റെഗുലറായിട്ട് നമ്മളായിട്ട് ഉള്ള ഡീൽ ചെയ്യുന്ന പാർട്ടികളായിരിക്കും. അവരുടെ അടുത്ത് നിന്ന് നിരന്തരം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവും. അപ്പം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കണക്കുകൾ കാര്യങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നിങ്ങൾ ബിസിനസ്
ബിസിനസ്സിലേക്ക് വാങ്ങിച്ചിരിക്കുന്ന ഒരു ഫിക്സഡ് അസറ്റോ മറ്റുള്ള എക്സ്പെൻസുകളോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും പാർട്ടിക്ക് പൈസ കൊടുക്കാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾ സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ കൊടുക്കരുത്. പൊതുവേ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. എപ്പോഴും സൺട്രി ക്രെഡിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്റ്റ് പാർട്ടീസ്, ആരുടെ നിന്നാണോ നമ്മൾ സാധനങ്ങൾ കാര്യങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് അതുമായിട്ട് പൈസ കൊടുക്കാനുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് കൊടുക്കുക. അതായിട്ട് ബന്ധപ്പെട്ട് ബാക്കി ഇൻഫോർമേഷൻസ്, അവരുടെ അഡ്രസ്സും പാനും ടാനും എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് സൺട്രി ഡെപ്റ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പാണ്. നമ്മളിപ്പം സാധനങ്ങൾ വിൽക്കുന്നുണ്ട്, അതിപ്പോൾ സ്റ്റോക്ക് ഐറ്റം ആണെങ്കിലും സർവീസ് ആണെങ്കിലും ശരി, സാധനങ്ങൾ പാർട്ടികൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് വിൽക്കുന്നുണ്ട്. ഇതായിട്ട് ബന്ധപ്പെട്ട് ഇവർ നമുക്ക് എന്ത് ചെയ്യാണ്ട് പൈസ കാര്യങ്ങളൊക്കെ തരാനുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ പേരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സൺട്രി ഡെപ്റ്റേഴ്സ് ലെഡ്ജേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഓരോ പാർട്ടിയുടെ നമ്മൾ അക്കൗണ്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ അണ്ടറിൽ എന്ത് കൊടുക്കണം, സൺട്രി ഡെപ്റ്റർ എന്നുള്ള ഗ്രൂപ്പ് വേണം കൊടുക്കാൻ. ഇതേപോലെ തന്നെ പാർട്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പം അവരുടെ GST നമ്പറും ടാനും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പാണ്. നമ്മൾ ഇൻ കേസ് അക്കൗണ്ടിങ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ പല സിറ്റുവേഷനിലും ചില ട്രാൻസാക്ഷനുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല, അതായത് അതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല, ഇത് എന്തായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻ ആണെന്നും ഈ ലെഡ്ജർ ഏത് ഗ്രൂപ്പിൽ കൊടുക്കണം എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത് വരെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ലെഡ്ജറിൻ്റെ അണ്ടറിൽ കൊടുക്കാൻ പറ്റുന്നൊരു ഗ്രൂപ്പാണ് സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ളത്. പിന്നെ നമുക്ക് ആ ഒരു വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള ഗ്രൂപ്പിലേക്ക് അത് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ലോൺസ് എന്നുള്ള ഗ്രൂപ്പാണ്. ഇതും ഒരു ലോൺ അക്കൗണ്ട് തന്നെയാണ്. നമുക്കൊരു ലോൺ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും പ്ലെഡ്ജ് ചെയ്തിട്ടുള്ള ലോൺ അല്ല, അതല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ലോണാണ് അൺസെക്യൂർഡ് ലോൺസ് എന്ന് പറയുന്നത്. ഈവൻ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ലോൺ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അൺസെക്യൂർഡ് ലോൺസ് എന്നുള്ള ഗ്രൂപ്പ് യൂസ് ചെയ്തിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് നമ്മൾ ടാലി സോഫ്റ്റ്വെയറിലുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള 28 ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഒട്ടുമിക്ക ലെഡ്ജേഴ്സ് കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല, ഇതിന് പുറമെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ ഗ്രൂപ്പുകൾ കാര്യങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പം ഈ കാണുന്ന പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് തന്നെ നിങ്ങൾക്ക് അണ്ടറിൽ കൊടുത്തിട്ട് സോഫ്റ്റ്വെയറിന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.